കഴിഞ്ഞ ദിവസം വീട്ടിലേ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ബാക്കി കുറച്ച് മാവ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ പാലപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ആരും ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു അച്ചപ്പം കൂടെ ഉണ്ടാക്കിയാലോ അല്ലേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറയും കഴിക്കാൻ പറ്റിയ ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഈ കാണിക്കണത്. അപ്പം അത് ഇത്രത്തോളം മാവ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ലോണം തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള മാവാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് 2 ഗ്ലാസ് മാവ് ഒരു മിക്സർ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ 2 മുട്ടയും കൂടി പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചപ്പത്തിന് മുട്ടയൊക്കെ വേണമല്ലോ. അപ്പോൾ 2 മുട്ട അങ്ങോട്ട് കിടക്കട്ടെ എന്നേ. പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കണം. മാവൊക്കെ കൂടുന്നതനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂടുക. പിന്നെ ഇച്ചിരിക്കോളം എന്താണ് മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലപ്പത്തിന് മാവ് അരച്ചപ്പോഴേ തേങ്ങ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനിതിൽ തേങ്ങാപ്പാലല്ലാട്ടാ ചേർക്കണത്. ഈ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ലൂസാക്കി എടുത്തത്. പിന്നെ കുറച്ച് എള്ളു ഇട്ട് കൊടുത്ത് ഏലക്കയും പഞ്ചസാരയും ഇച്ചിരിക്കോളം ജീരകം ഒഴിവാക്കേണ്ട ആൾക്കാർക്ക് ഒഴിവാക്കണം. ഞാൻ ജീരകമൊക്കെ ഇട്ടിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കണത്. അതൊക്കെ കൂടി പൊടിച്ചിട്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിത് എണ്ണയൊക്കെ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചപ്പത്തിൻ്റെ എണ്ണയിൽ അങ്ങോട്ട് മുക്കി വെക്കണം. നല്ലോണം ചൂടാകട്ടെ കേട്ടോ. ഈ അച്ച് നന്നായിട്ട് ചൂടായാൽ മാത്രമേ അച്ചപ്പം ശരിയായി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കുഴിയുള്ള പാത്രത്തിലാണ് മാവ് എടുക്കേണ്ടത്. എന്നിട്ടില്ലേ ആ ചൂടായ അച്ച് ഫുള്ളായിട്ട് അങ്ങോട്ട് താത്തി മുക്കരുത്. കുറച്ച് അങ്ങോട്ട് മുക്കിയതിന് ശേഷം എണ്ണ ചൂടായാലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതേ നന്നായിട്ട് നമ്മുടെ അച്ചപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ആ അച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. കണ്ട നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി അച്ചങ്ങോട്ട് ചൂടാക്കാൻ വെച്ച് എന്നിട്ട് അതിന് ശേഷം രണ്ടാമത്തെ അച്ചപ്പവും കൂടി മുക്കിയിട്ട് ആ എണ്ണയിലോട്ട് ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് എണ്ണ എടുത്തുള്ളായിരുന്നു കേട്ടോ ചീനച്ചട്ടിയിൽ ഒഴിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മാവ് കുറച്ചുള്ളല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ എണ്ണയൊക്കെ ചീനച്ചട്ടി നിറച്ചങ്ങോട്ട് ഒഴിച്ച് ഉണ്ടാക്കണ്ടല്ലാന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതേ ഒരച്ചപ്പമൊക്കെ നല്ല മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോഴേ പപ്പടക്കോലൊന്നും ഇല്ല, ഒരു കത്തി ഇരിക്കണുണ്ട്. എന്നാൽ പിന്നെ കത്തി വെച്ചിട്ട് തന്നെ കുത്തി അങ്ങോട്ട് എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ നമ്മുടെ അച്ചപ്പം ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് പിന്നെ ബാക്കിയുള്ള അച്ചപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോഴേ അച്ചപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് മാവ് അടിയിൽ പാത്രത്തിൽ വരില്ലേ. അപ്പം നോക്കുമ്പോഴേ 2 ഏത്തപ്പഴം ഇരിക്കണം പഴുത്ത്. എന്നാൽ പിന്നെ ആ മാവിൽ മുക്കി ആ ഏത്തപ്പഴം അങ്ങോട്ട് പൊരിച്ചെടുക്കാമല്ലോ. മാവ് കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്ത്. എങ്ങനെയുണ്ട് ഐഡിയ? അങ്ങനെ നമ്മുടെ അച്ചപ്പം റെഡി, പഴംപൊരി റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള അച്ചപ്പവും പഴംപൊരി നല്ല കറുമുറയെ കഴിക്കാൻ പറ്റിയ അച്ചപ്പം. ഞാൻ പറഞ്ഞ് ഒടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ട നല്ല കിറന്ന് ഒച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഇനി രാവിലെ പാലപ്പത്തിൻ്റെ മാവ് വെച്ച് പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി മാവ് കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് അച്ചപ്പം ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.